ഹലോ ഹായ് എവരി വൺ, എല്ലാവർക്കും മാജിക് ഒനിയൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ്. അപ്പോൾ ഉപ്പുമാവ് റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങളെല്ലാവരും സ്ഥിരം ചെയ്യുന്ന ഒരു റെസിപ്പി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതൊത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഇത് വേണമെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്നും എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നുറുക്ക് ഗോതമ്പാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഒരു പാത്രത്തിൽ അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അരമണിക്കൂർ നേരത്തേക്ക് അത് കുതിർത്ത് വെക്കണം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1.5 ഗ്ലാസ് നുറുക്ക് ഗോതമ്പാണ്. നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അത് അരമണിക്കൂർ നേരത്തേക്ക് നമ്മളത് കുതിർത്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അത് ഒത്തിരി നേരം കുതിർത്ത് വെക്കേണ്ട കാര്യമില്ല, മാക്സിമം ഒരു അരമണിക്കൂർ നേരം വെച്ചാൽ മതി. ഇനി അതൊരു കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്ന് അതിൻ്റെ പ്രഷർ ഫുള്ള് പോയി കഴിയുമ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം. മാക്സിമം 2 വിസിൽ വരെ മതിയാവും. ഇവിടെ ഒരു വിസിലിന് തന്നെ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായി. നമുക്ക് ഇനി തുറന്ന് നോക്കാം. പ്രഷർ ഫുള്ള് പോയതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ ഒത്തിരി വെളിച്ചെണ്ണ ഒന്നും എടുക്കുന്നില്ല, കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ എടുക്കുന്നുള്ളൂ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കടുകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കാം. ഒത്തിരി വഴറ്റി എടുക്കേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ചെയ്യുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അടുത്തതായിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ശരിക്കും ഉപ്പ് ചേർക്കുന്നത് നുറുക്ക് ഗോതമ്പ് വേവിക്കാനായിട്ട് കുക്കറിലിടുമ്പോൾ ഉപ്പ് ചേർത്താലും മതിയാവും. അല്ലെങ്കിൽ നമ്മൾ ബാക്കി ഐറ്റംസൊക്കെ മിക്സ് ചെയ്യുന്ന സമയത്തായാലും ഉപ്പ് ചേർത്താൽ മതി. കൂടുതലും നല്ലത് നമ്മൾ കുക്കറിലേക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൽ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അടുത്തായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 4 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തായിട്ട് നമ്മൾ ഉണക്കമുന്തിരി കൂടി അതിലേക്ക് ചേർക്കുകയാണ്. ഈ ഒരു ടൈമിൽ നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ചേർക്കാവുന്നതാണ്. അടുത്തായിട്ട് ക്യാരറ്റും കൂടെ ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ക്യാരറ്റും കൂടി ചേർത്ത് കൊടുത്തു. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാവുന്നതാണ്. ബീൻസ്, ഗ്രീൻ പീസ്, ക്യാപ്സിക്കം ഇതൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഒത്തിരി ഹെൽത്തി ആയിരിക്കും കൂടുതൽ വെജിറ്റബിൾസ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ കുറച്ചധികം നേരം നന്നായിട്ട് ഇളക്കിയെടുക്കുമ്പോൾ അത് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് വരും. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. കൂടുതൽ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് ഒത്തിരി കറിയൊന്നും വേണ്ട. ഇത് നമുക്കല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റും. വേറെ ചാറ് കറിയോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ നുറുക്ക് ഗോതമ്പ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഇത്രയും നല്ലൊരു റെസിപ്പി നമുക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.